നിനക്ക് ഈ പഴവുണ്ണിയൊന്നും കളയാറായില്ലേ? അല്ലെങ്കിൽ ഇവക്ക് പഴവുണ്ണികളല്ലേ പിടിക്കുള്ളൂ, നമ്മളെന്നും വേണ്ടല്ലോ. അത് ശരിയാണ്. പണ്ട് വരെ ഇവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റ് ആവോ. അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്ക് പണ്ട് വന്നത് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടാ? അല്ലേടാ? ഹലോ എടാ, നീ ഈ പറയണത് എന്നെ കൊണ്ട് പറ്റൂല. നീ ഞാൻ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. എന്റെ വൈബിന് ഒട്ടും നീ മാച്ച് അല്ല. ഇതിനേക്കാളും നമ്മളെ റിലേഷൻ കൊണ്ടുപോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. അല്ല, ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്തുവാണ്. നിങ്ങൾ സെറ്റ് ആയ മറ്റൊരു തേച്ചാ, ഞാൻ ഒരു തമാശക്ക് പറഞ്ഞല്ലേ ഇതൊക്കെ. എടാ അല്ലേലും അവ എനിക്ക് പറ്റിയതല്ലടാ. എനിക്ക് പറ്റിയ മാച്ച് ഇവൻ തന്നെയാണ്. ഇവനാവുമ്പോ എന്നെ പണ്ട് മുതലേ അറിയാം, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. എനിക്ക് നന്നായിട്ട് അറിയാം ഇവ എന്നെ നല്ല പോലെ നോക്കും. എടാ അവളല്ലേടാ വിളിക്കണ, എടാ നീ കോള്. അവളെ എപ്പോഴും കിടന്ന് വിളിക്കും, ശല്യം. എടാ അവള് കാരണമല്ലേ നിനക്ക് ഈ ജോലി കിട്ടിയത്, ഇത്രയും പൈസയൊക്കെ നീ ഉണ്ടാക്കിയത്. അതിനുവേണ്ടി തന്നെ ഞാൻ അവളെ നോക്കിയത്. അവൾ ഇത്രയും സിൻസിയർ ആയിട്ടിരിക്കുമ്പോ നീ അവളെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കാത്തണ്ടാ. നീ കാണിക്കുന്ന തെറ്റല്ലേടാ. ഈ കാലത്ത് ആറാ സിൻസിയർ ആയിട്ടൊക്കെ നോക്കണം. ഇപ്പോഴൊന്നും ആത്മാർത്ഥതയ്ക്കൊന്നും ഒരു വാല്യൂ ഇല്ല, അത് നിനക്ക് പിന്നെ മനസ്സിലായിക്കോളൂ. നീ ഇത്ര നേരം എവിടെയായിരുന്നു? എന്റെ കോൾ എന്തെടുക്കാത്തത്? ഞാൻ കുറച്ച് തിരക്കായിരുന്നു. നിനക്ക് എന്തോ ഇത്ര അത്യാവശ്യം? എനിക്ക് പല അത്യാവശ്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ ബോധ്യപ്പെടുത്തണം. ഇത്ര നാളെ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. അതിന് തൊട്ട് ഇങ്ങനെ ഓ, എന്നെ കൊണ്ടുള്ള ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ മടുത്താണ്. എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിന്നെ ഞാൻ സെറ്റ് ആക്കിയത്. അപ്പൊ നീ ഇത്ര നാളെ എന്നെ ചതിക്കായിരുന്നു. അങ്ങനെ കൂട്ടിക്കോ. എടേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഈ റിലേഷൻ മുന്നോട്ടുണ്ടോ എനിക്കിനി താല്പര്യമില്ല. എന്നാലും അവൻ എന്റെ പൈസക്ക് വേണ്ടിയാണ് ഇത്ര നാളെ കൂടെ നടന്നതെന്ന് ഞാൻ മനസ്സിലൊക്കെ വൈകി പോയല്ലടാ. നിന്റെ പണവും പദവിയൊന്നും കാണാൻ ഒരു പയ്യൻ നിനക്ക് ഉണ്ടായിരുന്നില്ലേ, ഓർമ്മയുണ്ടോ?